കല്യാണം ഞാൻ വലിയ സ്വപ്നമൊന്നും പറയത്തില്ല. വീട് വളരെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എന്റെ വീടിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആഗ്രഹം. നമ്മുടെ ഒരു ആഗ്രഹം ആയതുകൊണ്ടാണ് വീടിന് ആഗ്രഹം എന്ന് പേരിട്ടത്. അതെ അതെ, ആഗ്രഹം എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ ആഗ്രഹമാക്കി അങ്ങനെ ആക്കി. അല്ല, ഒരു പെൺകുട്ടി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയി, വീടായി, അപ്പൊ അടുത്ത ഒരു പാർട്ണർ എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു അത് ഈ പറഞ്ഞതുപോലെ അത് നടക്കുമായിരിക്കും. ഞാൻ അതിനെ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. സോ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ അത് വേണമെന്നാണ് ഇപ്പൊ എന്നെ പോലെ പല പെൺകുട്ടികളും ചിന്തിക്കുന്നത്. ഇത് എത്ര വർഷത്തെ ഒരു സ്വപ്നമാണ് എന്റേത്? കുറെ വർഷത്തെ, ഓൾമോസ്റ്റ് ഒരു 25-26 വർഷത്തെ ആഗ്രഹമാണ്. അത് നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ അകത്ത് നന്നായിട്ട് അവര് ചെയ്തു തന്നിട്ടുണ്ട് കർട്ടൻസ് ഒക്കെ. അമ്മ വരാമോ? മകളെ കുറിച്ച് ചോദിക്കണം. പേരെന്താ? ഓറിയോ. ഓക്കെ, അങ്ങനെ വലിയൊരു സ്വപ്നം വീട് കഴിഞ്ഞു. ഇനി കല്യാണം എന്നായിരിക്കും അമൃതയുടെ? നന്ദി. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരിക്കൽ പോലും കാണാത്ത ഒരുപാട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അമൃത, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളാണ് കല്യാണവും വീടും. കല്യാണം ഞാൻ വലിയ സ്വപ്നമൊന്നും പറയത്തില്ല. വീട് വളരെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എന്റെ വീടിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആഗ്രഹം. നമ്മൾ ആഗ്രഹത്തിലാണ് നിൽക്കുന്നില്ലേ ഇപ്പൊ? തീർച്ചയായിട്ടും എന്റെ ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. നമ്മുടെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് കുറെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ വന്നത്. സോ ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത് ശരിക്കും വീടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? വീട് വളരെ ചെറിയൊരു വീടാണ്. എൻ്റെ സ്വന്തം സ്ഥലം പുന്തലയാണ്, പത്തനാപുരം. അപ്പോൾ അവിടെയാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്. 1200 സ്ക്വയർ ഫീറ്റ് വീടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു വീടാണ്. പിന്നെ ഇവിടെ കൂടുതലും താമസിക്കുന്നത് അമ്മൂമ്മയായിരിക്കും. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഇവിടെ എല്ലാ മാസവും ഒരു 10-15 ദിവസം വന്നിക്കുമല്ലോ സ്വന്തം വീട്ടിൽ. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ. ശരിക്കും ഇവിടുത്തെ സെലിബ്രിറ്റി അമൃതയാണോ? അങ്ങനെ സെലിബ്രിറ്റി ഒന്നുമല്ല. ഞാൻ ഇവിടുത്തെ വളരെ എല്ലാവരും ഒരാളാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റി അങ്ങനെ ഒരു ഇതും കൂടല്ല ഞാൻ നടക്കുന്നത്. നമ്മുടെ ഒരു ആഗ്രഹം ആയതുകൊണ്ടാണ് വീടിന് ആഗ്രഹം എന്ന് പേരിട്ടത്. അതെ അതെ, ആഗ്രഹം എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ ആഗ്രഹമാക്കി അങ്ങനെ ആക്കി. ഇത് എത്ര വർഷത്തെ ഒരു സ്വപ്നമാണ് എന്റേത്? കുറെ വർഷത്തെ, ഓൾമോസ്റ്റ് ഒരു 25-26 വർഷത്തെ ആഗ്രഹമാണ്. വീടിന് കൊളാബ് ഉണ്ടായിരുന്നു ചേച്ചി? വീടിന് കൊളാബ് ഉണ്ട്. അതെടുത്ത് പറയണം. നില ഇന്റീരിയേഴ്സ് ആണ് നമുക്ക് കബോർഡ്സും ബെഡൊക്കെ നമുക്ക് ചെയ്തു തന്നത്, TV യൂണിറ്റ് ഒക്കെ. അതേപോലെ തന്നെ നമുക്ക് കർട്ടൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ ഫർണിച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ നില ഇന്റീരിയേഴ്സും അതേപോലെ നമ്മുടെ കർട്ടൻ്റെയും കാര്യം എടുത്ത് പറയണം. അവർ രണ്ടുപേരും ഭയങ്കര ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ അകത്ത് നന്നായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് കർട്ടൻസ് ഒക്കെ. ഓക്കെ, അങ്ങനെ വലിയൊരു സ്വപ്നം വീട് കഴിഞ്ഞു. ഇനി കല്യാണം എന്നായിരിക്കും അമൃതയുടെ? എന്നായിരിക്കും അമൃത കല്യാണം? അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. സമയമുണ്ടല്ലോ. അല്ല, ഒരു പെൺകുട്ടി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയി, വീടായി, അപ്പൊ അടുത്ത ഒരു പാർട്ണർ എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു അത് ഈ പറഞ്ഞതുപോലെ അത് നടക്കുമായിരിക്കും. ഞാൻ അതിനെ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. സോ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ അത് വേണമെന്നാണ് ഇപ്പൊ എന്നെ പോലെ പല പെൺകുട്ടികളും ചിന്തിക്കുന്നത്. അപ്പം അതെല്ലാവർക്കും ഒരേപോലെ ആകണമെന്നുമില്ല. അപ്പം നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഒരാളെ കിട്ടുമോ? അഡ്ജസ്റ്റ് ചെയ്യണ്ടേ നമ്മൾ കുറേ? അതിപ്പോ ഒരാളല്ല, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത ഒരു കാര്യം നടക്കത്തില്ല. രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും വേണം. പരസ്പരം മനസ്സിലാക്കിയാൽ എല്ലാം തികഞ്ഞ ഒരു പാർട്ണറെ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പം എന്താണ് പറയുക, ഇംപെർഫെക്ഷനെ നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കണം. ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മലയാളി പ്രേക്ഷകരായിരിക്കും അല്ലേ? എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അത് എന്റെ യൂട്യൂബേഴ്സിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഷോർട്സും വീഡിയോ കിട്ടപ്പം കുറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീടിന്റെ അപ്ഡേഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് പല സ്ഥലത്തുനിന്നും ആൾക്കാരെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇവിടെ നെറ്റിന്റെ പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് പലർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് പേര് വിളിച്ചു സംസാരിച്ചു. അപ്പം നമ്മൾ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ആൾക്കാർക്ക് എൻ്റെ ഈ സന്തോഷത്തിൽ ഇത്രയും സന്തോഷമുള്ള കാര്യം ആലോചിച്ച് നോക്ക്. അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് പോലും അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല. അത് ഞാൻ തുറന്നു പറയാം. കണ്ടാ, ഇത് അതൊരു ചേട്ടനാണ്. എന്നെ കുഞ്ഞുനാളിന് മുതൽ ഞാനെന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. സാധാരണക്കാരിയാണ് ഞാൻ സാധാരണക്കാരിയാണല്ലോ.
പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഷാജഹാൻ അങ്കിളാണ് ഞങ്ങൾക്ക് ഈ വീട്, ഞാൻ ഒരു കാര്യം അറിഞ്ഞില്ല, വലിയ ടെൻഷൻ ഒന്നും അറിഞ്ഞില്ല. അങ്കിളാണ് നമ്മൾ പറഞ്ഞ മോഡൽസ് എല്ലാം അനുസരിച്ച് എല്ലാം ചെയ്തു തന്നത്. അപ്പം അങ്കിളിനും വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് അവർക്ക്? നന്ദി. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരിക്കൽ പോലും കാണാത്ത ഒരുപാട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സുഹൃത്തുക്കൾ എല്ലാവരും വരുന്നുണ്ടോ? കുറേ പേര്, റബേക്ക, നിതിൻ ചേട്ടൻ, സാജിൻ ചേട്ടൻ, ബിന്നി, നൂബിൻ, അങ്ങനെ കുറേ പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ലൊക്കേഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ അർജുൻ ചേട്ടൻ, ടോം ആൻഡ് ജെസ്സിയിൽ ഞങ്ങൾ പേരായിട്ടാണ് ചെയ്തത്. അർജുൻ ചേട്ടനും അതിൻ്റെ അസോസിയേറ്റും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നു. ജോഷി മുകളിലുണ്ട്. പിന്നെ രാജേഷ് തലച്ചിലെ ഡയറക്ടർ സാറും ടോം ആൻഡ് ജെസ്സിയുടെ ഡയറക്ടറും ആർട്ട് ഡയറക്ടറും ഒക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരെ എനിക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ദൂരത്തുനിന്നും അവർ വരുന്നുണ്ട്. അവർ പലരും പല സൈഡാണ്. ട്രിവാൻഡ്രം ആണ്, അതേപോലെ തന്നെ എറണാകുളത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. കൊല്ലത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ നിങ്ങൾ പലരും പല സൈഡിൽ നിന്നല്ലേ വന്നത്. ഈ വീട്ടിലെ അമൃതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിങ് അല്ലെങ്കിൽ ഒരു സംഭവം? അങ്ങനെ ഒരു കാര്യമില്ല. എനിക്ക് എല്ലാം ഇവിടെ വെച്ചിരിക്കുന്ന ചെടി മുതൽ A to Z കാര്യങ്ങൾ നമ്മൾ ഓരോന്നും വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ച കാര്യം. അതുകൊണ്ട് എനിക്ക് ഓരോന്നും അങ്ങനെ എടുത്തു പറയാനില്ല. എല്ലാ കാര്യവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, വളരെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച കാര്യങ്ങളാണ്. പട്ടി അമൃതയാണോ? പട്ടിന്നൊന്നും വിളിക്കണ, എന്റെ പേര് ഓറിയോ കണ്ടിട്ട് വേണ്ടത്തുനിന്ന് വന്നതാണ് ഞങ്ങളുടെ അങ്കിള്. ഒരു മിനിറ്റ്. ഓറിയോ വാ. അമൃത പെറ്റിനെ ഒന്ന് പരിചയപ്പെടുത്തും. അമ്മേ ഒന്ന് വന്നിട്ട് പോ. അമ്മ വരാമോ? മകളെ കുറിച്ച് ചോദിക്കണം. ഹായ്, പേരെന്താ ഇതിന്റെ? ഓറിയോ. എന്താ ബ്രീഡിന്റെ പേര്? ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണോ അത്? ഇല്ല, എനിക്കിത് ഗിഫ്റ്റ് തന്നതാ. ഇയാൾക്ക് ഇവിടെ പ്രത്യേക മുറിയൊക്കെ ഉണ്ടോ? എന്തിന്? ഇവിടെ ഒരു പ്രത്യേക മുറിയില്ല. അവന്റെ വീടും കൂടി അതല്ലേ, അത് ഇരിക്കത്തില്ല കേട്ടോ. ഇട്ടേക്കട്ടെ. ഓക്കെ ഓക്കെ. അമ്മേനോട് വിളിക്കാം. അമ്മേനെ വിളിച്ചിട്ട് ഓടിക്കളയാ. അമ്മേ, മകളുടെ കൂടെ വരൂ. അമ്മേനെയും കൂടെ ബ്രദർ